Hi dear students, കെമിസ്ട്രിയിലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. +2 ബോർഡ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 2 ബ്ലോക്കുകളെ കുറിച്ചാണ് മെയിനായിട്ടും ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, പിന്നെ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സ് ഇതെല്ലാമാണ് സാധാരണയായി ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റൈറ്റ് ദി ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആറ്റം. നമുക്കറിയാം ക്രോമിയം ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ക്രോമിയം 3D സീരീസിലെ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം 3D സീരീസിലെ 10 എലമെൻറ്റ്സ്, എല്ലാവർക്കും അറിയാവുന്ന എലമെൻറ്റ്സ് ആണ് 3D സീരീസിൽ വരുന്നത്. സ്കാൻഡിയം ടു സിങ്ക് എന്ന് പറഞ്ഞിട്ട് 10 എലമെൻറ്റ്സ് ആണ്. അതിൽ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്, സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് വരുന്ന ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ 3D സീരീസ് എലമെൻസിനെല്ലാം ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. ആ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആർഗൺ. ഇതിൻ്റെ ഒരു നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആണ് ആർഗൺ. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാറില്ല, അതിന് പകരം നമ്മൾ ആർഗൺ എന്ന് എഴുതിയിട്ട് വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ കാണിക്കും. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസ് നിൽക്കുന്നത് എവിടെയാണ്? അവർ നിൽക്കുന്നത് 3Dയിലും 4s-ലുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ 21 ആണല്ലോ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം സ്കാൻഡിയത്തിൻ്റെ കേസിൽ 3D1 4s2, അങ്ങനെ സിംഗിലെത്തുമ്പം 3D10 4s2 ആകും. 10 പേരാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരിക്കുന്നത്. അതായത് 3D 1 to 10, 4s 1 to 2. ഇതാണ് 3D സീരീസ് എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിലെ 4th എലമെൻ്റ് ആണ് ക്രോമിയം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. എന്നാൽ ഇവിടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ എക്സാമിന് എടുത്ത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഞാൻ പറഞ്ഞു ക്രോമിയം 4th എലമെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ സ്കാൻഡിയം 3D1 ആണെങ്കിൽ ടൈറ്റാനിയം 3D2 ആയിരിക്കും, വനേഡിയം 3D3 ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പം ക്രോമിയം 3D4 എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ആർഗൺ 3D5 4s1, ഇങ്ങനെ ഒരു രീതിയിൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ക്രോമിയത്തിന് വരുന്നത്. അതിൻ്റെ കാരണം എന്താ? വേറെ ഒന്നുമല്ല, ഹാഫിൽഡ് കോൺഫിഗറേഷൻ ഹാസ് മോർ സ്റ്റെബിലിറ്റി അല്ലേ? അപ്പോൾ ക്രോമിയം അറ്റെയിൻസ് സ്റ്റെബിലിറ്റി. എങ്ങനെയാണ്? ഹാഫിൽഡ് കോൺഫിഗറേഷനിലിരുന്ന് സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യാൻ വേണ്ടി എസ്സിലെ ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് വന്നിട്ട് D5 കോൺഫിഗറേഷനാണ് ക്രോമിയത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇതാണ്, ആർഗൺ 3D5 4s1 ഈസ് ദി ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പം നമ്മൾ മസ്റ്റായിട്ടും സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. കാരണം ഇനി മുന്നോട്ടുള്ള ക്വസ്റ്റ്യനകത്തെല്ലാം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കുമ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് നമ്മൾ ആ പ്രോപ്പർട്ടി എല്ലാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, സ്കാൻഡിയം 3D1 4s2 ആണ്, ടൈറ്റാനിയം 3D2 4s2 ആണ്, വനേഡിയം 3D3 4s2 ആണ്, ക്രോമിയം ആണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അല്ലേ? എന്താണ്? 3D5 4s1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ക്രോമിയത്തിന് വരിക. ദെൻ മാംഗനീസ് ഉണ്ട്. മാംഗനീസിൽ 3D5 4s2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അയൺ 3D6 4s2, കൊബാൾട്ട് 3D7 4s2, നിക്കൽ 3D8 4s2. Then there is another element which has exceptional configuration, that is copper. Instead of 3D9 we write 3D8 4s1. ഓക്കെ, അപ്പം ഈ 2 എലമെന്റ്സ് ഏതൊക്കെയാണ്? ക്രോമിയം ആൻഡ് കോപ്പർ. അത് കറക്റ്റായിട്ട് പഠിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം S2 ആണ്. അപ്പോൾ ഇവിടെ മാത്രം എസ്സിലെ ഒരു ഇലക്ട്രോൺ ഡിയിലാണ് നിൽക്കുക. കാരണം എന്താ? ആ ഒരു ഇലക്ട്രോൺ കൂടി വരുമ്പം ഈ എലമെന്റ്സിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുകയാണ്. കാരണം അവർ ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡുമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു 3D സീരീസിലെ കംപ്ലീറ്റ് എലമെന്റ്സും വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോർഡ് എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്രോമിയവും കോപ്പറും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം. 3D സീരീസിൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന 2 എലമെൻറ്റ്സ് അവരാണ് ക്രോമിയം ആൻഡ് കോപ്പർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് ഫാക്ട്സ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്
ക്രോമിയം ഗ്രൂപ്പ് എലമെന്റ്സ് ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് സീരീസ്. അതായത് നമ്മുടെ 3D സീരീസ്, നമുക്ക് 3D സീരീസ് പഠിക്കാനുണ്ട്, 4D ഉണ്ട്, 5D ഉണ്ട്. അപ്പോൾ ഈ 3D 4D 5D ഈ 3 സീരീസുകളിലെ ക്രോമിയം ഗ്രൂപ്പ് എലമെന്റ്സ്, അപ്പോൾ 3D സീരീസിൽ ക്രോമിയം ആണ്, 4D സീരീസിൽ ക്രോമിയത്തിന് തൊട്ട് താഴെയുള്ള ഒരു എലമെന്റ് ആണ് മോളിബ്ഡിനം, 5Dയിലാണെങ്കിൽ ടങ്സ്റ്റൺ, ടങ്സ്റ്റണിന്റെ സിമ്പിൾ ആണ് W. അപ്പോൾ ഈ ക്രോമിയം ഗ്രൂപ്പ് എലമെന്റ്സ് ഇവർ ഗ്രൂപ്പ് 6 ആണ് കേട്ടോ, അവരുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം, ഗ്രൂപ്പ് 6 ആണ്. ഈ ക്രോമിയം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ എന്താണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്താ? ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d5 4s1 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്ന ഒരു എലമെന്റ് ആണ് ക്രോമിയം. അതെന്താണ് ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്? ഡി ഓർബിറ്റൽ 5 ആയിട്ട് നിൽക്കുകയാണ്, ഡീജനറേറ്റ് ആണ്, ഒരേ എനർജിയാണ് അല്ലേ. അപ്പോൾ ഈ ഡി ഓർബിറ്റലിൽ 5 ഇലക്ട്രോൺസ് ആണ്. D5 എന്ന് പറഞ്ഞാൽ ഓരോ ഡി ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതമാണ്. അതുപോലെ തന്നെ എസ് അല്ലേ, S1 ആണല്ലോ, അപ്പോൾ അവിടെ എല്ലാം ഓരോ ഇലക്ട്രോൺ വീതമാണ്. അപ്പോൾ ഈ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോണുകൾക്ക് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അൺപെയർഡ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്ന ആളാണ് ക്രോമിയം. ക്രോമിയത്തിന് താഴെ വരുന്ന മോളിബ്ഡിനം, അതിന് താഴെ വരുന്ന ടങ്സ്റ്റൺ. അപ്പോൾ ഈ 3 എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഇവർ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യും. അപ്പം അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടിയാൽ എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടും അല്ലേ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്തുകൊണ്ട് ഹൈ ആയി എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 2 പോയിന്റുകളാണ് പറയേണ്ടത്. ദീസ് എലമെന്റ്സ് ആർ ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, അതുകൊണ്ട് തന്നെ ദേ ആർ ഹാവിംഗ് സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് ആണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? ഹൈ മെൽറ്റിംഗ് പോയിന്റിന്റെ റീസൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുവാനുള്ള റീസൺ ഈ രീതിയിലാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി ഈ ക്വസ്റ്റിന് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. മോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് എക്സിബിറ്റ് പാരാമാഗ്നറ്റിസം. അത് ഇതിന്റെ ഒരു സബായിട്ട് ചോദിക്കാനുള്ള കാരണം എന്താ? ഇതുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ അയോണുകൾ മജോറിറ്റി ഓഫ് ദി അയോൺസും പാരാമാഗ്നറ്റിക് ആണെന്ന് പറയും. അവിടെയും കാരണം എന്ത് തന്നെയാ? പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പോൾ പാരാമാഗ്നറ്റിസത്തിന് കാരണം എന്താണ്? അതും പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അട്രാക്റ്റഡ് ബൈ ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവരെ പാരാമാഗ്നറ്റിക് എന്ന് പറയും അല്ലേ. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ റിപ്പൽഡ് ബൈ ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മജോറിറ്റി ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ്സിലും എന്ത് കാണും? അൺപെയർഡ് ഇലക്ട്രോൺ കാണും. അതുകൊണ്ട് തന്നെ മജോറിറ്റി ഓഫ് ദി ആൾക്കാരും പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കാനും അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് ആകാനും ഒക്കെയുള്ള കാരണം എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പർ നോക്കിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദി സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ അയോൺ. അപ്പോൾ അവിടെ M ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ M എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസിഷൻ മെറ്റലിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. എത്രയാ? Z=27 അല്ലേ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ടേബിളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. 21 തൊട്ട് 30 വരെയാണ് നമ്മൾ പഠിക്കുന്നത്, സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ. അപ്പോൾ അതിനകത്ത് Z=27 വരുന്ന എലമെന്റ് ഏതാ? കൊബാൾട്ട് ആണ് കേട്ടോ. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ ആണ് Z=27. അപ്പോൾ ഇത് 7ാമത്തെ എലമെന്റ് ആണല്ലോ. തീർച്ചയായിട്ടും 27 എന്ന് പറയുമ്പോഴേ നമുക്ക് 7ാമത്തെ ആളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? 3d7 4s2 ആണ് കൊബാൾട്ട്. ശ്രദ്ധിക്കണേ, കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 3d7 4s2. എന്നാൽ നമുക്ക് വേണ്ടത് കൊബാൾട്ടിനെ അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ അയോൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് 2+ എഴുതണം. എങ്ങനെ എഴുതും? 3d7 അല്ലേ. വാലൻസ് ഇലക്ട്രോൺസ് അങ്ങ് പോകും അല്ലേ, 2 വാലൻസ് ഇലക്ട്രോൺ അങ്ങ് പോകും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 എന്നാകും. ഈ 3d7 ഇലക്ട്രോൺസിനെ നമ്മൾ ഡി ഓർബിറ്റലിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി ഇതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ
ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? മാഗ്നറ്റിക് മൊമെന്റ് mu ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 BM. BM എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ, മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 2 വെയർ n ഈസ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എക്സാംസിന് ഈ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് n എത്രയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്കിപ്പം D7 എന്നുണ്ട് അല്ലേ, പക്ഷേ അവിടെ നമുക്ക് വേണ്ടത് ഡി ഇലക്ട്രോണിന്റെ നമ്പർ അല്ല കേട്ടോ. നമുക്ക് വേണ്ടത് എന്താ? അൺപെയർഡ് ഡി ഇലക്ട്രോണിന്റെ നമ്പറാണ് വേണ്ടത്. അപ്പോൾ 5 ഡി ഓർബിറ്റൽസിൽ നമ്മൾ ഓരോ ഇലക്ട്രോണുകളെ വീതം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് പെയർ ചെയ്യുമ്പോൾ എന്താ പറ്റുക? അവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺ വരും ആണല്ലോ. അപ്പോൾ D7 കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പറയാൻ പറ്റണം അവിടെ n എത്രയാണ്? 3 ആണ്. ആ 3 ഇട്ട് കൊടുത്ത് വേണം നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 വെയർ n ഈസ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കൊബാൾട്ട് 2+ അയോൺ, അതിന് D7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ D7 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 3 ആണ്. അപ്പോൾ നമ്മൾ റൂട്ട് ഓഫ് 3 ഇൻറ്റു 3 പ്ലസ് 2 ഇക്വേഷൻ ചെയ്യുന്നു. റൂട്ട് 15 എന്നാണ് കിട്ടുക. റൂട്ട് 15ന്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3.87 BM ആണ് കേട്ടോ. 3.87 ബോർ മാഗ്നറ്റോൺ ആണ് വാല്യൂ ആയിട്ട് വരിക. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, വേറെ രീതി ചോദിക്കുന്നതേ ഉള്ളൂ. മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഷോൺ ബൈ. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയറക്റ്റ് തന്നേക്കുക, എന്നിട്ട് മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരിക്കലും നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അൺപെയർഡ് ഇലക്ട്രോണിന്റെ നമ്പർ. അൺപെയർഡ് ഇലക്ട്രോൺ ആർക്കാണോ കൂടുതലുള്ളത് അവിടെ തന്നെയായിരിക്കും മാഗ്നറ്റിക് മൊമെന്റ് കൂടുതൽ വരുന്നത് അല്ലേ. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 ആണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടിയാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഓരോ കോൺഫിഗറേഷനും എടുത്ത് നോക്കിക്കേ. ഫസ്റ്റ് എ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് D6 എന്നാണ്. അപ്പോൾ D6 വരുമ്പോൾ എന്താ സംഭവം? D6ൽ നമുക്ക് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എത്ര വരും? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരച്ച് തന്നെ നോക്കാം. കാരണം നമുക്ക് 5 ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പോൾ ഓരോ ഇലക്ട്രോണുകളെ നമ്മൾ കൊടുക്കണം. കാരണം ഡീജനറേറ്റ് ആണ്. അപ്പോൾ സിംഗിളി ഒക്യുപ്പൈഡ് ആയതിനു ശേഷം നമ്മൾ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 6 ഇലക്ട്രോൺസ് ആണല്ലോ, 2 2 എന്ന് പറഞ്ഞ് എഴുതി പോകാൻ ഒരിക്കലും സാധിക്കില്ല. ആദ്യം നമ്മൾ 1 ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ 1 ഇലക്ട്രോൺ ഉണ്ട്. കാരണം ഡി ഓർബിറ്റിൽ 5 എണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ എക്സ്ട്രാ ഇലക്ട്രോണിനെ കൂടി നമ്മൾ പെയർ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺ എത്ര കിട്ടും? n = 4 എന്ന് കിട്ടും കേട്ടോ. n = 4. അപ്പോൾ ഈ 4 ഇട്ട് കൊടുത്ത് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം അല്ലേ. അത് നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മളോട് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ആർക്കാണ് മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഇനി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 4 ഇൻറ്റു 4 പ്ലസ് 2 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് 24 എന്ന് കിട്ടും. 4.90 ആണ് ഇതിന്റെ കറക്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ D8 എടുക്കാം അല്ലേ. D8ൽ നമ്മൾ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസിനെ ഇതേപോലെ 8 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം. അപ്പോൾ 5 ഇലക്ട്രോൺസിനെ സിംഗിളി ഒക്യുപ്പൈഡ് ആയിട്ട് കൊടുത്തു. പിന്നെ 3 ഇലക്ട്രോൺസിനെ നമ്മൾ പെയർ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ n2 ആണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് കുറവായിരിക്കും അല്ലേ. n2 അല്ലേ ഉള്ളൂ. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 പ്ലസ് 2 റൂട്ട് 8 ആണ് വരിക. അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് ഒരു 2.84 ഒക്കെ വരും. 2.84 ആണ് വരിക. ദെൻ സി ഓപ്ഷൻ കണ്ടോ, D9 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ D9 എന്നൊക്കെ കാണുമ്പം മാഗ്നറ്റിക് മൊമെന്റ് കൂടുതലാണെന്ന് ചിന്തിച്ചേക്കരുത്. ഡി ഇലക്ട്രോൺ കൂടുതലാണ്, പക്ഷേ അവിടെ അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഏറ്റവും കുറവായിരിക്കും അല്ലേ. D9 ആണ്. ദർ ഈസ് ഓൺലി 1 അൺപെയർഡ് ഡി ഇലക്ട്രോൺ ആണല്ലോ. D9 കോൺഫിഗറേഷനിൽ 1 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. റൂട്ട് ഓഫ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇക്വേഷൻ ആയിരിക്കും. റൂട്ട് 3 ആണ് വരിക അല്ലേ. 1.73 ബോർ മാഗ്നറ്റോൺ വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ലാസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് D5ൽ എന്താ പ്രത്യേകത? ഓൾ ദി ഇലക്ട്രോൺസ് ആർ അൺപെയർഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ചാടി പറഞ്ഞോണം. D5ലാണ് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് വരുന്നതും D5നായിരിക്കും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 പ്ലസ് 2 റൂട്ട് 35 എന്ന് വരും. അവിടെ 5.92 ആണ് കറക്റ്റ് വാല്യൂ ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാണ് എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. D5 കോൺഫിഗറേഷനിലാണ് മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇതും അതേ കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എല്ലാ ബോർഡ് എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയസ് കോൺസെപ്റ്റുകൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഫോളോയിങ് ബൈവാലന്റ് അയോൺസ് ഓഫ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് യൂസിങ് സ്പിൻ ഒൺലി ഫോർമുല അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിനകത്ത് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യുക. ഇവിടെ Cu2+ ആണ് ആദ്യം ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അവർ D9 D6 അങ്ങനെയൊന്നും ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ തെറ്റിപ്പോകാതെ നമ്മൾ ഡി ഇലക്ട്രോൺ എത്രയുണ്ട് എന്ന് എഴുതാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ മിസ്റ്റേക്ക് വരാതിരുന്നാൽ മതി. അപ്പോൾ Cu2+ എന്നൊക്കെ ചോദിക്കുമ്പം ആദ്യം നമ്മൾ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൽ നിന്ന് കോപ്പർ 2+ലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D10 4s1 ആണ്. അതുകൊണ്ട് തന്നെ കോപ്പർ 2+ എഴുതുമ്പോൾ 3D9 ആയി മാറും. ഓക്കെ ആണല്ലോ. 3D9 പറയേണ്ട ആവശ്യമില്ല. എസ്സിലെ ഒരു ഇലക്ട്രോൺ പോയതിനു ശേഷം ഡിയിൽ നിന്നും കൂടി ഒരു ഇലക്ട്രോൺ പോകും. കാരണം Cu+ എന്നല്ല, Cu2+ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3D9. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് D9 എന്ന് പറഞ്ഞാൽ n = 1 ആണ് അല്ലേ. D9ൽ ഒരേ ഒരു അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 1 അൺപെയർഡ് ഇലക്ട്രോൺ വരുമ്പോൾ ഉള്ള മാഗ്നറ്റിക് മൊമെന്റ് എത്രയാ? √3 അല്ലെങ്കിൽ 1.73. കണ്ടോ, കോപ്പർ 2+ന്റെ കിട്ടി. ഇനി സെക്കൻഡ് ഓപ്ഷൻ നിക്കൽ 2+ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിക്കൽ ആദ്യം ഒന്ന് എഴുതി നോക്കുക. നിക്കൽ അറ്റോമിക് നമ്പർ 28 ആണ്. നമ്മുടെ സ്കാൻഡിയത്തിന്റെ ആ ഒരു സീരീസിലെ 8th എലമെന്റ് ആണ്. 3D സീരീസിലെ 8th എലമെന്റ് ആണ് നിക്കൽ. നിക്കൽ കോപ്പർ സിങ്ക് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നിക്കൽ 8th എലമെന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3D8 4s2 അതാണ് നിക്കൽ. അപ്പോൾ നിക്കൽ 2+ എങ്ങനെ വരും? ഒരു കൺഫ്യൂഷനും വേണ്ട, 3D8 ആയിരിക്കും അല്ലേ. D8 കോൺഫിഗറേഷൻ ആണ്, അൺപെയർഡ് ഇലക്ട്രോൺ 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര വരും? 2.84 വരും അല്ലേ. 2.84 വരും. അപ്പം 2.84 ആണ് മാഗ്നറ്റിക് മൊമെന്റ് വരിക. ദെൻ സി ഓപ്ഷൻ എന്ന് പറയുന്നത് Mn2+ ആണ്. Mn2+ന്റെ മാഗ്നറ്റിക് മൊമെന്റ് ചോദിക്കുമ്പം മാംഗനീസ് D5 3D5 4s2 ആണ്. Mn2+ എഴുതുമ്പോഴും D5 ആണ്. n = 5 ആയതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് ഇതിൽ വരിക. ദാറ്റ് ഈസ് 5.92 ആണ് ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ Fe2+ ആണ്. Fe2+ൽ Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D6 4s2 ആ. ഓക്കെ, അപ്പം Fe2+ എങ്ങനെ വരും? Fe2+ ഈസ് 3D6. ഞാൻ പറഞ്ഞു 3D6ൽ അൺപെയർഡ് ഇലക്ട്രോൺ 4 ആണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കണം. 4 അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത് 4.90 കേട്ടോ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഓരോ ഓപ്ഷൻ്റെയും അല്ലേ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ എല്ലാ അയോൺസിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് ഇതാണ്, D5 വരെയാണ് മാഗ്നറ്റിക് മൊമെന്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാ? 5 അല്ലേ. പിന്നെ D6 എന്ന് പറഞ്ഞാലും D7 എന്ന് പറഞ്ഞാലും ഒക്കെ അവിടെ പെയറിംഗ് ആണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അൺപെയർഡ് ഇലക്ട്രോണിന്റെ നമ്പർ കുറയും. അതുകൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയും. അപ്പോൾ ഈ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു മിഡിൽ പോർഷനിലാണ് ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത്. അൺപെയർഡ് ഇലക്ട്രോണിന്റെ നമ്പർ കൂടുന്നത് മിഡിൽ റീജിയണിലാണല്ലോ. അപ്പോൾ അവിടെ വരെ പാരാമാഗ്നറ്റിസം കൂടുകയും പിന്നീട് അങ്ങോട്ട് അത് കുറയുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതേമാതിരി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സ്പിൻ ഒൺലി മാഗ്നറ്റിക് മൊമെന്റ് സെയിം ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് അയോൺസ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഇവരുടെ എല്ലാ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെയും എന്താണ്? അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ആയിരിക്കും. ഇഫ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ n ഈസ് സെയിം അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ മാത്രം മതിയാകും. അതായത് ഇവർ കൊടുത്തിരിക്കുന്ന അയോൺസ് ടൈറ്റാനിയം 3+ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റാനിയം എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ സെക്കൻഡ് എലമെന്റ് ആണ്. സ്കാൻഡിയം കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D2 4s2 എന്നാണ്. ടൈറ്റാനിയം 3D2 4s2 ആണ്. അപ്പോൾ ടൈറ്റാനിയം 3+ എങ്ങനെയായിരിക്കും?
ടൈറ്റാനിയം 3+ 3D1 ആയിരിക്കും. അപ്പോൾ n = 1 ആയിരിക്കും. അത്രയും മതി, ബാക്കി നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ, ഈ n എല്ലാവരുടെയും ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ABCDE എന്ന് പറഞ്ഞ 5 അയോൺസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 അയോൺസിൻ്റെയും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. അല്ലാതെ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? മാഗ്നറ്റിക് മൊമെന്റ് സെയിം ആർക്കാണെന്നൊക്കെ ചോദിച്ചു, പക്ഷെ നമ്മൾ അത്രയും ചെയ്യേണ്ട. എന്നിൻ്റെ വാല്യൂ ഒരുപോലെ വന്നാൽ മാഗ്നറ്റിക് മൊമെന്റ് ഒരുപോലെ വരും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ Ti3+ അൺപെയർഡ് ഇലക്ട്രോൺ 1 ആണെന്ന് കിട്ടി. അടുത്തത് ചെയ്ത് നോക്കിക്കേ, Cr2+, അല്ലേ? ഈ Cr2+ന്റെ അവസ്ഥ എന്താ? ക്രോമിയം 3D5 4s1 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രോമിയം 2+ എന്തായിരിക്കും? ക്രോമിയം 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D4 എന്ന് വരും, അല്ലേ? 3D4 എന്ന് വരും. അവിടെ n = 4 ആണ് കേട്ടോ. അപ്പം ടൈറ്റാനിയം 3+ ആയി, ക്രോമിയം 2+ ആയി. ദെൻ മൂന്നാമത്തേത് Mn2+, അല്ലേ? മാംഗനീസ്, അല്ലേ? മാംഗനീസ് 3D5 4s2 ആണ്. അതുപോലെ തന്നെ മാംഗനീസ് 2+ എന്ന് പറയുന്നത് 3D5 ആണല്ലോ. അപ്പോൾ ഈ 3D5 എന്നിൻ്റെ നമ്പർ ഏറ്റവും കൂടുതലാണ്, അല്ലേ? n = 5 വരുന്ന കേസാണ് കേട്ടോ. n = 5 ആണ് ഇവിടെ വരിക. ദെൻ നമ്മുടെ നെക്സ്റ്റ് അയോണായിട്ട് അവർ Fe2+ ആണ് തന്നിരിക്കുന്നത്. ഈ Fe2+ന്റെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എത്രയാ? Fe എന്ന് പറഞ്ഞാൽ 3D6 4s2 ആണ്. Fe2+ എന്ന് പറഞ്ഞാൽ 3D6 ആണ്. 3D6 നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 4 ആയിരിക്കും, ആണല്ലോ. അപ്പോൾ നോക്കിക്കോണേ, ആൻസർ ഇപ്പം തന്നെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരാളും കൂടി ഉണ്ട്, അയാളും കൂടി നമുക്ക് നോക്കിയേക്കാം. സ്കാൻഡിയം 3+. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D1 4s2 ആണ്. ദെയർഫോർ സ്കാൻഡിയം 3+ ഈസ് 3D0. കണ്ടോ, D0, അതായത് സ്കാൻഡിയം 3+ന് അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഇല്ല. അത് പാരാമാഗ്നറ്റിക്കേ അല്ല, അത് ഡയാമാഗ്നറ്റിക് ആണ്. അതിന് മാഗ്നറ്റിക് മൊമെന്റ് ഇല്ല കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലാത്ത ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അയോണാണ് സ്കാൻഡിയം 3+. അങ്ങനെയൊക്കെ ചോദിക്കാം. പാരാമാഗ്നറ്റിക് ഏതാണെന്ന് ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങളോട് ഡയാമാഗ്നറ്റിക്കും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് n = 0 വരുന്നവരാണ് ഡയാമാഗ്നറ്റിക്. ഇപ്പോൾ സ്കാൻഡിയം 3+ന്റെ അവസ്ഥ ഉണ്ടോ? സ്കാൻഡിയത്തിന്റെ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ല. സ്കാൻഡിയത്തിനുണ്ട്, സ്കാൻഡിയം 3+ ഇല്ല, അല്ലേ? 3 ഇലക്ട്രോൺ അങ്ങ് പോയില്ലേ? അപ്പോൾ D0 വന്നേക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാക്കി 4 പേർക്കും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ടൈറ്റാനിയം 3+ന് n = 1 ആയിരുന്നു. ക്രോമിയം 2+ന് n = 4 ആയിരുന്നു. മാംഗനീസ് 2+ന് n = 5 ആയിരുന്നു. Fe2+ന് n = 4 ആയിരുന്നു. ലാസ്റ്റത്തെ സ്കാൻഡിയം 3+ന് n = 0 ആയിരുന്നു. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് ആൻസർ? നമ്മുടെ Cr2+ഉം Fe2+, അല്ലേ? ക്രോമിയം 2+ഉം Fe2+ഉം അവർക്ക് 2 പേർക്കും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 4 ആയതുകൊണ്ട് അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് സെയിം ആയിരിക്കും. 4.90 ആണ് കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത് എത്രയാ? 4.90 ആണ് ഈ 2 അയോൺസിന്റെയും മാഗ്നറ്റിക് മൊമെന്റ്. എന്താണേലും നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. B ആൻഡ് D ഉള്ളി എന്നുള്ള ആൻസർ എടുക്കാം. B ആൻഡ് D ഉള്ളി അവർക്കാണ് സെയിം മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Explain the following facts എന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കളേർഡ് കോംപ്ലക്സസ്. റീസൺ പറഞ്ഞാൽ മതി. ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കളേർഡ് കോംപ്ലക്സസ്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോമ്പൗണ്ടുകൾ നമ്മൾ കാണുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദി കോമ്പൗണ്ടുകളും കളേർഡ് ആണ്, അല്ലേ? അപ്പോൾ കളേർഡ് കോംപ്ലക്സസ് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. ഇവരുടെ കളറിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ DD ട്രാൻസിഷൻ എന്ന് പറയണം കേട്ടോ. DD ട്രാൻസിഷൻ. ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോംപ്ലക്സുകൾ, കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെല്ലാം DD ട്രാൻസിഷൻ നടക്കാറുണ്ട്. അപ്പോൾ ലോവർ എനർജി ഡി ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഹൈ എനർജി ഡി ഓർബിറ്റലിലേക്ക് പോകും. ആ ട്രാൻസിഷനെ നമ്മൾ പറയുന്ന പേരാണ് DD ട്രാൻസിഷൻ. അതിന്റെ ഫലമായിട്ടാണ് ട്രാൻസിഷൻ മെറ്റലിന്റെ കോംപ്ലക്സുകൾക്ക് കളർ കിട്ടുന്നത്. അപ്പോൾ കളർ ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ എന്നാണ്. ഇനി ഈ DD ട്രാൻസിഷൻ നടക്കുന്നത് എപ്പോഴാണ് എന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അവിടെയും നമുക്ക് പറയാം there should be unpaired d ഇലക്ട്രോൺ. അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഉള്ള കോൺഫിഗറേഷനിൽ മാത്രമേ ഈ DD ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് D1 തൊട്ട് D9 വരെയുള്ള എല്ലാ കോൺഫിഗറേഷൻസിലും DD ട്രാൻസിഷൻ നടക്കാം കേട്ടോ. മെജോറിറ്റി ഓഫ് ദി കോംപ്ലക്സസും കളേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? D1 to D9 വരെയുള്ള എല്ലാ കോൺഫിഗറേഷൻസ് ഉള്ള അയോൺസിലും ഈ പറഞ്ഞ DD ട്രാൻസിഷൻ നടക്കും. DD ട്രാൻസിഷൻ നടക്കാത്ത 2 സിറ്റുവേഷൻസേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കളർലെസ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കളേർഡ് ആരാണ് എന്ന് ചോദിക്കും. പക്ഷേ അതിനേക്കാളും അവർ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് അയോൺ ഈസ് കളർലെസ്, അല്ലെങ്കിൽ കളർലെസ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിക്കും. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഞാൻ പറഞ്ഞു കളർ കാണിക്കണം എന്നുണ്ടെങ്കിൽ DD ട്രാൻസിഷൻ നടക്കണം.
ഡി ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഡി ഓർബിറ്റലിൽ മിനിമം ഒരു ഇലക്ട്രോൺ എങ്കിലും വേണം, എങ്കിലല്ലേ അതിന് എക്സൈറ്റ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡി ഓർബിറ്റൽ എം ടി ആണെങ്കിൽ ദാറ്റ് ഈസ് D0, ഡി ഓർബിറ്റൽ എം ടി ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് പറയാം. ഡി എന്താണ്? 10. ഓക്കെ, അപ്പോൾ D0 D10 കോൺഫിഗറേഷനിൽ ഇരിക്കുന്ന കോംപ്ലക്സുകൾക്ക് കളർ കാണത്തില്ല. അവർക്ക് കളർ കാണത്തില്ല. കാരണം എന്താ? ദർ ഈസ് നോ ഡി ട്രാൻസിഷൻ. അപ്പോൾ അതുകൂടെ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ട്രാൻസിഷൻ മെറ്റീരിയൽസ് ഫോം കളേർഡ് കോംപ്ലക്സസ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ. ഫോർ ഡി ട്രാൻസിഷൻ ടു ഒക്കർ ദർ മസ്റ്റ് ബി അൺപെയർഡ് ഡി ഇലക്ട്രോൺ അല്ലേ. ഇനി D1 to D9 കളേർഡ് ആണ്, പക്ഷേ D0യും D10ഉം കളർലെസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കളറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ 3 ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന്റെ പേരുകൾ പറയുന്നുണ്ട്. കോപ്പർ പ്ലസ്, സിൽവർ പ്ലസ്, Sc3+. അപ്പോൾ ഈ കോപ്പറും സിൽവറും സെയിം ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. കോപ്പർ 3Dയിലാണെങ്കിൽ കോപ്പറിന് താഴെ 4D സീരീസിൽ ഇരിക്കുന്ന ആളാണ് സിൽവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഒരേപോലെ ആയിരിക്കും, നമ്പർ ഒരുപോലെ ആയിരിക്കും. അതായത് കോപ്പർ 3D10 4s1 ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോപ്പറിന് തൊട്ട് താഴെ ഇരിക്കുന്ന സിൽവറിന്റെ കേസിൽ 4D10 5s1 കോൺഫിഗറേഷൻ ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോപ്പർ പ്ലസ് Ag+. എന്താണ് കോപ്പർ പ്ലസ്? കോപ്പർ പ്ലസ് എന്ന് പറഞ്ഞാൽ 3D10 ആണ് അല്ലേ, 3D10 ആണ്. Ag+ എന്ന് പറഞ്ഞാൽ 4D10 ആണ്. അപ്പോൾ നമ്മുടെ കളർ കാണാൻ പറ്റുമോ? ഇല്ല, കളറില്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് D10 കോൺഫിഗറേഷൻ കളർലെസ് ആണ് അല്ലേ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ പറയണം. അപ്പോൾ Cu+, Ag+, Sc3+ ആർ കളർലെസ്. Sc-യുടെ കാര്യം പറയാം. ആദ്യം ഈ രണ്ടുപേരെ നോക്കുക, കോപ്പർ പ്ലസും സിൽവർ പ്ലസും അല്ലേ. അപ്പോൾ Cu+ഉം Ag+ഉം കളർലെസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അല്ലേ. അപ്പോൾ നമ്മൾ പറയണം വൈ ദേ ആർ കളർലെസ്. എന്തുകൊണ്ടാണ് കളർലെസ് ആയത്? ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലുമായിട്ടിരിക്കുമ്പം ഡി ട്രാൻസിഷൻ ഇല്ല, അതുകൊണ്ട് കളർലെസ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് കളർലെസ് ആണ് എന്നുള്ള ഒരു ആൻസറിലേക്കാണ് നമ്മൾ പോവുക. അങ്ങനെയാണെങ്കിൽ സ്കാൻഡിയം 3+ കളർലെസ് ആകാനുള്ള കാരണം എന്താ? ഈ റീസൺ ആണോ? അല്ല അല്ലേ. അപ്പോൾ ഈ 3 പേരെയും ഒന്നിച്ചെഴുതി വെച്ച് ഈ ഒരു റീസൺ പറഞ്ഞാൽ തെറ്റിപ്പോകും അല്ലേ. ഒരാളെ അവർ കൊടുത്തിരിക്കുന്നത് സ്കാൻഡിയം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കാൻഡിയം 3+ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയതാ അല്ലേ. സ്കാൻഡിയം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആർഗൺ 3D1 4s2 അല്ലെ. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ആർഗൺ 3D1 4s2 എന്ന് നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ സ്കാൻഡിയം അല്ല, സ്കാൻഡിയം 3+ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്കാൻഡിയം 3+ന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പം ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്. 3D0 ആയി പോകുമല്ലോ, 3D0 ആയി പോകും. അപ്പോൾ D0 ആണ്. അപ്പോൾ ഡിയിൽ എക്സൈറ്റ് ചെയ്ത് പോകാൻ ഒരു ഇലക്ട്രോൺ പോലും അവിടെ ഇല്ല. അപ്പോൾ ഡി ട്രാൻസിഷൻ നടക്കാനും ചാൻസ് ഇല്ല, അതുകൊണ്ട് കളർലെസ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്ന 3 അയോൺസ് ഏതൊക്കെയാണ്? Cu+, Ag+, Sc3+. ഈ 3 അയോൺസിൽ ആദ്യത്തെ 2 അയോൺസ് കളർലെസ് ആകാൻ കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ്. അതേസമയം നമ്മുടെ സ്കാൻഡിയം 3+ കളർലെസ് ആകാനുള്ള കാരണം എന്താ? അതിൻ്റെ ഡി ഓർബിറ്റൽ empty ആണ്, empty ഡി ഓർബിറ്റൽ എന്നുള്ള ഒരു റീസൺ ആണ് അവിടെ നമ്മൾ പറയേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, predict which of the following will be colored in aqueous solution. Give reason for each. ഇവിടെ തന്നിരിക്കുന്ന അയോൺസ് കളേർഡ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കളർലെസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ കളേർഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ടൈറ്റാനിയം 3+ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റാനിയം 3D1 4s2 ആണ്. ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം 3D2 4s2 ആണ്. ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ 3D1 ആയിരിക്കും, 3D1. അപ്പോൾ ഡിയിൽ ഇലക്ട്രോൺ ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും കളേർഡ് ആണ്. ഓക്കെ ആണല്ലോ. അതാണ് ടൈറ്റാനിയം 3+. പിന്നെ വനേഡിയം 3+. ഓക്കെ, വനേഡിയം 3+ൽ വനേഡിയം തേർഡ് എലമെന്റ് ആണ്. 3D3 4s2 ആണ് വനേഡിയം. അപ്പോൾ വനേഡിയം 3+ എന്ന് എഴുതിയാൽ 3D2 ആണ് വരിക. അപ്പോൾ അവിടെയും ഡി ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, ഡിയിൽ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഡി ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അതും കളേർഡ് ആണ്. ഇനി തേർഡ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് കോപ്പർ പ്ലസ് ആണ്. അപ്പോൾ കോപ്പർ പ്ലസിന്റെ കേസിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. കോപ്പർ 3D10 4s1 ആണ്. കോപ്പർ പ്ലസ് എന്ന് പറയുന്നത് 3D10 ആണ്.
കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് കളർലെസ് ആണല്ലോ, കളർലെസ്. ഓക്കെ, ഇനി SC3+, അതും നമ്മൾ ചെയ്തതാണ്. SC3+ എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ സ്കാൻഡിയം ആണെങ്കിൽ 3D1 ആയിരുന്നു. പക്ഷേ SC3+ D0 ആയതുകൊണ്ട് അവിടെയും നമുക്ക് എന്ത് പറയേണ്ടി വരും? കളർലെസ് എന്ന് പറയേണ്ടി വരും. ദെൻ Mn2+ കൊടുത്തിട്ടുണ്ട്. മാംഗനീസിന്റെ സോൾട്ടുകൾക്കൊക്കെ പിങ്ക് കളറാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കളറുണ്ട് അല്ലേ. അപ്പോൾ അതിന് കാരണം നമ്മളോട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മാംഗനീസിന് മാക്സിമം നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺ, അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഉള്ള ആളാണ് Mn2+ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ D5 കോൺഫിഗറേഷൻ കളർ കാണും. ഓക്കെ ആണല്ലോ. ദെൻ Fe3+, Fe3D6 ആണ്. അതേസമയം Fe3+ എന്ന് പറഞ്ഞാൽ 3D5 ആയിരിക്കും, തീർച്ചയായിട്ടും കളർ കാണും. ദെൻ Cobalt2+, കൊബാൾട്ട് 3D7 ആണ്. അതേസമയം Cobalt2+ 3D7 ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കളേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് കളർലെസ് ആയിട്ടുള്ളത് 2 പേരേ ഉള്ളൂ. ആരൊക്കെയായിരുന്നു? Copper 2+ഉം SC3+ഉം കളർലെസ് ആണ്. നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി കളേർഡ് എന്നാണ് അല്ലേ. അപ്പോൾ ബാക്കി എല്ലാവരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്, അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഉണ്ട്, DD ട്രാൻസിഷൻ, കളേർഡ് എന്നുള്ള രീതിയിൽ റീസൺ എഴുതാനാണ്. അപ്പോൾ Copper+ഉം Scandium 3+ഉം പ്രത്യേകം നമ്മളവിടെ മെൻഷൻ ചെയ്യണം. കാരണം ഗീവ് റീസൺ ഫോർ ഈച്ച് എന്ന് ചോദിച്ചേക്കുന്ന കാരണം അവർ 2 പേരും കളർലെസ് ആണ്. കളർലെസ് ആകാനുള്ള കാരണം എന്താ? Copper+ കംപ്ലീറ്റ്ലി ഫിൽ ആയതുകൊണ്ടാണ് കളർലെസ് ആയത്. അതേസമയം സ്കാൻഡിയത്തിന്റെ കേസിൽ empty ഡി ഓർബിറ്റിൽ ആയതുകൊണ്ടാണ് കളർലെസ് ആയത്. അതും കൂടി ഒന്ന് എടുത്ത് പറയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ടോപ്പിക്കിലെല്ലാം നമ്മളിവിടെ നോക്കുന്നത് എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കളർ, ഈ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ D&F ബ്ലോക്കിലെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളാണ് കളറും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും. അതുകൊണ്ട് തന്നെയാണ് അതിലെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അതായത് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ എലമെന്റ്, അതായത് ഡി ബ്ലോക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എക്സിബിറ്റ് ചെയ്യാനായിട്ട് ഈ ബ്ലോക്കിലുള്ള എലമെന്റ്സിന് സാധിക്കുന്നുണ്ട്. ഇപ്പം അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫെറസ് അയോണും ഉണ്ട്, ഫെറിക് അയോണും ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഏത് ട്രാൻസിഷൻ മെറ്റൽ അയോണിനെ ആണെങ്കിലും +2, +3, +4 അങ്ങനെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ ഈ വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ റീസൺ എന്താ എന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ 3D സീരീസ് ആണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ 3D സീരീസിൽ നമ്മൾ എഴുതുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ആർഗൺ 3D4s അല്ലേ. നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സബ്ഷെല്ലുകളാണ് 3Dയും 4സും. ഇതിൽ തീർച്ചയായിട്ടും വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. പക്ഷേ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കുക, ഈ ഇലക്ട്രോൺസ് നിൽക്കുന്ന ഡി സബ്ഷെല്ലിനും എസ് സബ്ഷെല്ലിനും, അതായത് ഈ 2 ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ഡിയും എസും, ഈ ഓർബിറ്റൽസിന്റെ എനർജി വലിയ ഡിഫറൻസ് ഒന്നുമില്ല, കമ്പയറബിൾ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 3D ആൻഡ് 4s ഓർബിറ്റൽസ് ഹാവ് കമ്പയറബിൾ എനർജി. അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ, എസിലുള്ള ഇലക്ട്രോൺസിന് മാത്രമല്ല ഡിയിലുള്ള ഇലക്ട്രോൺസിനും റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ നമ്മൾ പഠിക്കും അല്ലേ. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പം നമ്മുടെ ആൽക്കലി മെറ്റൽസിനാണെങ്കിൽ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൽക്കലി മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും +1 എന്ന് എഴുതും അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ. ആരൊക്കെയാ? നമ്മുടെ ബെറിലിയം, മഗ്നീഷ്യം ഒക്കെ, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? +2 ആയിരിക്കും. കാരണം അവർക്ക് 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ ഡി ബ്ലോക്കിൽ അതല്ല. ഡി ബ്ലോക്കിൽ ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അല്ലേ. അപ്പോൾ അയണിന് തന്നെ ഞാൻ പറഞ്ഞു 2 ഉണ്ട്, 3 ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ 2ൽ കൂടുതൽ വരുന്നത്? വാലൻസ് ഇലക്ട്രോൺ ഇവിടെ 2 ആണല്ലോ. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഈ 4sലെ ഇലക്ട്രോൺ മാത്രമല്ല 3Dയിലെ ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെയുള്ള അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെല്ലാം കിട്ടുന്നത്. അപ്പം വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ആൻസർ എന്താ? ഡ്യൂ ടു ദി ഇൻവോൾവ്മെന്റ് ഓഫ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി involvement of both S and D electrons in bonding. Due to the involvement of both
എസ് ആൻഡ് ഡി ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ്. ഇപ്പോൾ എസ് ഇലക്ട്രോണും ഡി ഇലക്ട്രോണും ഈ രണ്ട് ഓർബിറ്റലിലെ ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ എസും ഡിയും ഇൻവോൾവ് ചെയ്യുന്നത്? അവിടെ ഇതാണ് കാര്യം. എന്താണ്? കമ്പയറബിൾ എനർജി ആണ് കേട്ടോ. കമ്പയറബിൾ എനർജി ആയതുകൊണ്ടാണ് ഈ എസ് ഇലക്ട്രോണിനെ കൂടാതെ ഡി ഇലക്ട്രോണിനും ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വരും. 2 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൂടി പഠിച്ചോണം കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് എല്ലാ എലമെന്റ്സിലും കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു നമ്പറാണ് 2. 2 ഇല്ലാത്ത ഒരു ട്രാൻസിഷൻ എലമെന്റ് ഉണ്ട്, അതിന് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ പറയാം, എന്താണേലും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത് എത്രയാ? +2 ആണ്. അതേസമയം ഡിയിലെ ഇലക്ട്രോണും കൂടി ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് 2 കൂടാതെ 3, 4, 5 അങ്ങനെ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ പറയേണ്ടത് അത്ര തന്നെ ഉള്ളൂ. എന്താണ്? ഡ്യൂ ടു ദി ഇൻവോൾവ്മെന്റ് ഓഫ് എസ് ആൻഡ് ഡി ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് എന്നുള്ള റീസൺ ആണ് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. നെയിം ദി ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതാണ്? ട്രാൻസിഷൻ എലമെന്റുകളിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലാത്ത ട്രാൻസിഷൻ എലമെന്റ് ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റ് ആണ് സ്കാൻഡിയം. മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്കാൻഡിയം. ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d1 എന്നാണ്. അപ്പോൾ ഈ സ്കാൻഡിയം 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നില്ല. 2+ അയോൺ സ്റ്റേബിൾ അല്ല. 2+ അയോൺ പെട്ടെന്ന് തന്നെ 3+ സ്റ്റേറ്റിലോട്ട് പോകും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. സ്കാൻഡിയം 3+ന്റെ പ്രത്യേകത എന്താ? ആർഗണിൻ്റെ കോൺഫിഗറേഷൻ കിട്ടും അല്ലേ. അപ്പം 2+ എന്ന് പറയുമ്പോൾ എസ്സിലുള്ള ഇലക്ട്രോൺസ് പോയി, 3+ എന്ന് പറയുമ്പോൾ ഡിയിലെ ആ ഒരു സിംഗിൾ ഇലക്ട്രോണിനെയും കൂടി ഇത് കളയാണ്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്കാൻഡിയം ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. ഏതാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന എലമെന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റ് ആയ സ്കാൻഡിയം. അപ്പോൾ അവിടെ അറിഞ്ഞിരിക്കുക, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം, നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് പഠിച്ചത് +2 അല്ലേ. അപ്പോൾ സ്കാൻഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാം. അതല്ല കേട്ടോ, സ്കാൻഡിയത്തിന് +2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? +3 ഉള്ളി. അപ്പോൾ സ്കാൻഡിയം ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളി എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? സ്കാൻഡിയം ആണ് കേട്ടോ. സ്കാൻഡിയം ആണ്. സ്കാൻഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നും കൂടെ പഠിച്ചോണം. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളി എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദി എലമെന്റ് ഓഫ് 3D ട്രാൻസിഷൻ സീരീസ് വിച്ച് ഷോസ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. വൈ ഡസ് ഇറ്റ് ഷോ സോ? രണ്ട് കാര്യങ്ങളാണ് അല്ലേ. മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉള്ള 3D സീരീസിലെ എലമെന്റ് ഏതാണ് എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇനി ആ എലമെന്റിന് അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത് എന്തുകൊണ്ടാണ് എന്നും അതിന്റെ ഒരു സബായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ എലമെന്റ്? മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് നമ്മുടെ 3D സീരീസിലെ മിഡിൽ എലമെന്റിന് തന്നെയാണ്. ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല, മാംഗനീസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മാംഗനീസ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താ മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 3d5 4s2 ആണ് മാംഗനീസ്. അപ്പോൾ നോക്കിക്കേ, മാംഗനീസിന്റെ എസ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പം അത് 3d5 ആകും അല്ലേ. പിന്നെ ഈ ഡിയിലിരിക്കുന്ന 5 ഇലക്ട്രോൺസും അൺപെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന് എല്ലാം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ എത്രയായി? എസ്സിലെ 2 ഇലക്ട്രോൺസും ഡിയിലെ 5 ഇലക്ട്രോൺസും അങ്ങനെ 7 ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാംഗനീസിന് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ഒക്കെ വരും. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, മാംഗനീസിന്റെ പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ +2, പിന്നെ ഡിയിലെ ഓരോരോ ഇലക്ട്രോണും അവിടെ ഇൻവോൾവ് ചെയ്യുകയാണ്. അതിനനുസരിച്ച് +3, +4, +5, +6, +7 കണ്ടോ. അപ്പോൾ +2 തൊട്ട് +7 വരെയുള്ള എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും എക്സിബിറ്റ് ചെയ്യുന്ന എലമെന്റ് ആണ് ആര്? മാംഗനീസ്. അപ്പോൾ ഇവിടെ
ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ മീനിങ് ഇതാണ് കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് +2 തൊട്ട് +7 വരെ ഉള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പം ചോദിക്കുന്നത് വിച്ച് എലമെന്റ് ഷോ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ആരാ? മാംഗനീസ്. മാംഗനീസിന് മാത്രമേ ഈ 7 എന്നുള്ള നമ്പർ വരുള്ളൂ. കാരണം ഡിയിലിരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം അൺപെയർഡ് ആണ്, അതുകൊണ്ട് അവരെല്ലാവരും ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യും. അങ്ങനെയാണ് ഈ +7ലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പം 3D സീരീസിലെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചു വെക്കണം. +7 എന്ന് പഠിക്കുക. അത് ഏത് എലമെന്റിനാണ്? മാംഗനീസിനാണ്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് മാത്രമല്ല, ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? മാംഗനീസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് മാംഗനീസ് അങ്ങനെ വന്നത്? ഇത്രയേ ഉള്ളൂ, മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കേട്ടോ. അൺപെയർഡ് ഡി ഇലക്ട്രോൺ, മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഉള്ള എലമെന്റ് ആണ് ആര്? മാംഗനീസ്. അതുകൊണ്ടാണ് മാംഗനീസിന് ഇങ്ങനെ ഒരു ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പോസിബിൾ ആകുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗീവ് റീസൺ. ക്രോമിയം 2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് വേറാസ് Mn2+ ഈസ് നോട്ട്. ക്രോമിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്രോമിയം 24 ആണ്, മാംഗനീസ് 25 ആണ്. ക്രോമിയം 2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് അല്ലേ? അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, റെഡ്യൂസിങ് ഏജന്റ് അണ്ടർഗോ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആണല്ലോ. അപ്പോൾ ക്രോമിയം 2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പം ഈ അയോൺ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. എന്ന് വെച്ചാൽ +2 സ്റ്റേറ്റിൽ നിന്ന് ഇത് +3 സ്റ്റേറ്റിലോട്ട് പോകും. അത് പോകും എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ക്വസ്റ്റിനകത്ത് പറയുന്നതാണ് ഇവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് ക്രോമിയം 2+ ക്രോമിയം 3+ ആയി മാറും. അതാണ് നമ്മളവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രോമിയം 2+ന്റെയും ക്രോമിയം 3+ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേട്ടോ. ഇവിടെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? ആ ഒരു കാര്യം വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ എല്ലാ റീസൺസ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എഴുതണം. ക്രോമിയം എന്ന് പറഞ്ഞാൽ 3D5 4s1 ആണ്. അപ്പോൾ ക്രോമിയം 2+ഓ? ക്രോമിയം 2+ 3D4 ആയിരിക്കും. ക്രോമിയം 3+ എങ്ങനെ ആയിരിക്കും? ക്രോമിയം 3+ എസ്സിലെ ഒരു ഇലക്ട്രോൺ, ഡിയിലെ 2 ഇലക്ട്രോൺ അല്ലേ? അങ്ങനെ 3 ഇലക്ട്രോൺ അതിൽ നിന്ന് കളയണം. അങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3D3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ക്രോമിയം 2+ന് D4 കോൺഫിഗറേഷൻ ആണ്. ക്രോമിയം 3+നോ? അതിന് D3 കോൺഫിഗറേഷൻ ആണ്. ഇതിലേതാ സ്റ്റേബിള്? D3 ആണോ D4 ആണോ സ്റ്റേബിള്? അപ്പം D4 ആണോ D5 ആണോ എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാവർക്കും അറിയാം എന്താണ്? D5 ആണ്, ഹാഫ് ഫിൽഡ് ആണ് എന്നൊക്കെ അറിയാം അല്ലേ? 3 or 4 വിച്ച് ഈസ് സ്റ്റേബിൾ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഡി ഓർബിറ്റലിൻ്റെ ഒരു സ്പ്ലിറ്റിങ് നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഡി ഓർബിറ്റിൽ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ, ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോംപ്ലക്സസ് ഇല്ലേ, അവിടെ ഡി ഓർബിറ്റിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡി ഓർബിറ്റിൽ T2G EG എന്ന് പറഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ T2G സെറ്റിൽ വരുന്ന ഡി ഓർബിറ്റലുകളാണ് DXY, DXZ, DYZ. ആദ്യം T2G സെറ്റിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ ഈ T2Gയിൽ 3 ഓർബിറ്റൽസ് ആണല്ലോ. അപ്പോൾ ഈ T2G സെറ്റിൽ ഇങ്ങനെ 3 ഇലക്ട്രോൺ വന്നാൽ നമുക്ക് T2G3 എന്ന് പറയാം. എന്താ ഈ T2G3യുടെ പ്രത്യേകത? 5 ഡി ഓർബിറ്റലാണ് കേട്ടോ. അപ്പോൾ T2Gയിൽ വരുന്ന പേരുകൾ ഞാൻ എഴുതി. അപ്പോൾ EGയിൽ ഏതൊക്കെയാണ് വരിക? നിങ്ങൾക്ക് ബാക്കിയുള്ളത് അറിയാമല്ലോ. DX² - Y² DZ² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ T2G3യുടെ പ്രത്യേകത എന്താ? T2G എന്ന് പറഞ്ഞാൽ ഒരേ എനർജിയുള്ള 3 ഓർബിറ്റൽസ് ആണല്ലോ. ഇപ്പം ഞാൻ D3യെ ഏത് രീതിയിൽ എഴുതി? T2G3 എന്നങ്ങ് എഴുതി. ഈ D3യുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ D3യെ ആണ് T2G3 എന്ന് എഴുതിയേക്കുന്നത്. അപ്പം ഈ ഒരേ എനർജിയുള്ള ഈ T2G സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത് ആണല്ലോ. ഈ T2Gയിലെ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ടല്ലോ. അപ്പോൾ T2G3 അല്ലെങ്കിൽ D3 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഹാഫ് ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ് കണ്ടോ. അപ്പോൾ D3 ആണോ D4 ആണോ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത്, ചാടി പറഞ്ഞോണം. ഏതാണ് സ്റ്റേബിൾ? D3 ആണ് സ്റ്റേബിൾ. D3 മീൻസ് T2G3. T2G3 എന്നാണ്. അപ്പോൾ അതും ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്രോമിയം 2+ ക്രോമിയം 3+ ആയി മാറാനുള്ള കാരണം അതാ. എന്താ കാരണം? D4നേക്കാൾ സ്റ്റേബിൾ ഏതാ? D3 അല്ലേ? D4നേക്കാൾ സ്റ്റേബിൾ ഏതാണ്? D3 ആണ്. അപ്പോൾ സ്റ്റേബിൾ ആകാൻ വേണ്ടി D4 കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി? D3 കോൺഫിഗറേഷനിലേക്ക് മാറി. എവിടെയാ? ക്രോമിയം അല്ലേ? അപ്പോൾ അങ്ങനെ ഓക്സിഡേഷൻ നടന്നു. അതുകൊണ്ടാണ്
നമ്മൾ ക്രോമിയം 2+ എന്ത് വിളിച്ചത്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിച്ചത്. എന്നാൽ ഒരിക്കലും Mn2+ ഇങ്ങനെ നടക്കത്തില്ല. കാരണം എന്താ? Mn2+ D5 ആണ്. അത് Mn എന്താണ് 3+ മാറേണ്ട കാര്യമുണ്ടോ? ഇല്ല. D5 ഓൾറെഡി സ്റ്റേബിൾ അല്ലെ? D5 സ്റ്റേബിൾ. അതുകൊണ്ട് Mn2+നെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ Cr2+ ഈസ് എ സ്ട്രോങ് reducing agent. അവിടെ നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. Cr2+ is unstable. It is oxidized to Cr3+. Cr3+ is having D3 configuration. That means T2G3. That is a stable half-filled configuration. Okay ആണല്ലോ. അപ്പം ഈ D3 stable ആണ് എന്ന് ഈ T2G3 കൺസെപ്റ്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. Fe3+ ഈസ് മോർ പാരാമാഗ്നറ്റിക് ദാൻ Fe2+. അതായത് Fe2+ഉം Fe3+ഉം അല്ലേ? നമുക്കറിയാം Fe എന്ന് പറഞ്ഞാൽ 3d6 4s2 ആണ്. 3d6 4s2. അപ്പോൾ Fe2+ എങ്ങനെ എഴുതും? Fe2+ നമ്മൾ എഴുതുന്നത് 3d6 എന്നായിരിക്കും. Fe3+ എഴുതാൻ പറഞ്ഞാൽ 3d6ന് പകരം 3d5 എന്ന് എഴുതണം ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കേ. Fe2+ 3d6 ആണ്. Fe3+ 3d5 ആണ്. ഏതിലാണ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലുള്ളത്? അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിസം കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അറിയാമല്ലോ. അൺപെയർഡ് ഇലക്ട്രോൺ എന്നിന്റെ വാല്യൂ വെച്ചിട്ടല്ലേ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം 3d6ലാണോ 3d5ലാണോ അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലുള്ളത്? 3d5ലാണ് അല്ലേ? അപ്പോൾ Fe3+ മോർ പാരാമാഗ്നറ്റിക്. കാരണം Fe3+ ഈസ് 3d5. n = 5. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ പറയേണ്ടത് കേട്ടോ. Fe3+ 3d5 ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ മാക്സിമം ആണ്. therefore ഇറ്റ് ഈസ് മോർ പാരാമാഗ്നറ്റിക് ദാൻ Fe2+. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യനകത്തും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ മാഗ്നറ്റിക് മൊമെന്റ് കൂടുതലുള്ളത് ആർക്കാണ്? അതേമാതിരി തന്നെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഏതാണ്? ഇതെല്ലാം നമ്മൾ D3 D4 എല്ലാം എഴുതി കമ്പയർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചോണം. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പർ നോക്കിയാണ് മാഗ്നറ്റിസം പറയേണ്ടത്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുതലാണെങ്കിൽ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Why are Fe2+ compounds easily oxidizes to Fe3+ as compared to Mn2+? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യനകത്ത് ക്രോമിയവും മാംഗനീസും വെച്ചിട്ട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ക്രോമിയം 2+ന് പകരം ആര് തന്നേക്കുന്നു? Fe2+ അല്ലേ? അപ്പോൾ Fe2+ ഉണ്ട്, Mn2+ ഉണ്ട്. ഇതിൽ നമുക്ക് Fe2+ 3d6 ആണെന്ന് നമുക്കറിയാം. Mn2+ ആണെങ്കിൽ D5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കായിരിക്കും? Fe2+നായിരിക്കുമോ Mn2+നായിരിക്കുമോ? Mn2+ ഒരിക്കലും ഓക്സിഡേഷൻ നടക്കത്തില്ല. കാരണം Mn2+ സ്റ്റേബിൾ ആണ്. ഇനി Fe2+ സ്റ്റേബിൾ ആണോ? സ്റ്റേബിളൊക്കെ ആണ്. പക്ഷേ Fe2+നേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും ഏത്? Fe3+. ഓക്കെ, കാരണം Fe2+ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3d6 ആണ് അല്ലേ? 3d6 ആണ്. എന്നാൽ 3+ലോട്ട് പോകുമ്പോൾ 3d5 ആകും. ഓക്കെ, അപ്പോൾ D6ഉം D5ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ D5 അല്ലേ സ്റ്റേബിൾ? D5 ആണ് സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞോണം ഫെറസ് കോമ്പൗണ്ടുകൾ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് കോമ്പൗണ്ടുകളായി മാറും. എന്നാൽ മാംഗനീസിന്റെ Mn2+ കോമ്പൗണ്ടുകളിൽ അങ്ങനത്തെ ഒരു ഓക്സിഡേഷൻ നടക്കത്തില്ല. കാരണം മാംഗനീസിന്റെ കേസിൽ Mn2+ സ്റ്റേബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മൂന്നും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നതാണ്. ക്രോമിയം, മാംഗനീസ്, അയൺ. ഓക്കെ, അപ്പോൾ ക്രോമിയത്തിന് +2 +3 നോക്കുമ്പോൾ +3 ആണ് സ്റ്റേബിൾ. അയണിന്റെ കേസിൽ +2 +3 നോക്കുമ്പോൾ അവിടെയും +3 ആണ് സ്റ്റേബിൾ. പക്ഷേ മാംഗനീസിന് മാത്രം ഏതാ സ്റ്റേബിൾ? Mn2+ ആണ് സ്റ്റേബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോമിയം 2+നെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും, Fe2+നെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും. എന്നാൽ Mn2+ റെഡ്യൂസിങ് ഏജന്റ് ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ആണ് കേട്ടോ. കമ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഇവിടെ കമ്പാരിസന് വേണ്ടി നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് എന്താ? നമുക്ക് തരുന്ന അയോൺസ് ക്രോമിയം 2+, ക്രോമിയം 3+, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ എന്ന് ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? D5, D10 ഇതെല്ലാം സ്റ്റേബിൾ ആണ്. ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ഒക്കെ ആണ്. ഇനി ക്രോമിയത്തിന്റെ കേസിൽ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ കണ്ടു. ഏതാണ്? D3 ആണോ D4 ആണോ സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ ഒരു കമ്പാരിസൺ വന്നാൽ D3 സ്റ്റേബിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുക. കാരണം D3 മീൻസ് T2G3 ആണ്. അതാണ് ക്രോമിയം 3+ന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക.
നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ലിസ്റ്റിൽ കണ്ടു. കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7 അല്ലേ? എല്ലാവർക്കും അറിയാം, ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമിയത്തിന്റെ ഒരു ഓറിൽ നിന്നാണ്. ക്രോമിയത്തിന്റെ ആ ഓറിന്റെ പേരാണ് ക്രോമേറ്റ് ഓർ. ക്രോമേറ്റ് ഓർ, ഞാൻ ആ പ്രിപ്പറേഷന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ക്രോമേറ്റ് ഓർ എന്ന് പറഞ്ഞാൽ FeCr2O4 ആണ്. ഈ ക്രോമേറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് എയറിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ക്രോമേറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ ഈ ക്രോമേറ്റ് ഓർ സോഡിയം കാർബണേറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കിട്ടുന്നത് സോഡിയം ക്രോമേറ്റ് ആ കിട്ടുക. സോഡിയം ക്രോമേറ്റ്, പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് Fe2O3 കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ക്രോമേറ്റ് ഓർ ഫ്യൂസ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് നമുക്ക് എന്ത് കിട്ടി? ഒരു യെല്ലോ സൊല്യൂഷൻ ആണ് കിട്ടുക. ആ യെല്ലോ സൊല്യൂഷൻ ആണ് സോഡിയം ക്രോമേറ്റ്. അപ്പോൾ ക്രോമേറ്റ് സൊല്യൂഷന്റെ കളറൊക്കെ പഠിച്ചോണം. എന്താണ് ക്രോമേറ്റ് സൊല്യൂഷന്റെ കളർ? യെല്ലോ ആണ്. അപ്പോൾ ഈ സോഡിയം ക്രോമേറ്റ് സൊല്യൂഷൻ കിട്ടുമ്പം ആ സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ സോഡിയം ക്രോമേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഈ ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യും. അപ്പം ഈ ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യുമ്പം ക്രോമേറ്റ് അയോൺ ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ കിട്ടിയത്? സോഡിയം ക്രോമേറ്റ് കിട്ടി. ഈ സോഡിയം ക്രോമേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് അസിഡിഫൈ ചെയ്യുന്നു. അസിഡിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് Na2Cr2O7. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് സോഡിയം ഡൈക്രോമേറ്റ്. എന്താണ്? സോഡിയം ഡൈക്രോമേറ്റ്. ഇനി വേറൊന്നുമില്ല. ഈ സോഡിയം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് KCl ആഡ് ചെയ്താൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് കിട്ടുക. ഓറഞ്ച് കളർ ക്രിസ്റ്റൽസ് ആണ് കിട്ടുക. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അപ്പം ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ചോദിച്ചാൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ അത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ക്രോമേറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് sodium carbonate, yellow solution of sodium chromate is formed. Sodium chromate is acidified, we get sodium dichromate. Then KCl is added to sodium dichromate, we get potassium dichromate എന്ന് പറഞ്ഞ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ സ്റ്റെപ്സ് കൂടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ മെത്തേഡ് കംപ്ലീറ്റ് ആയി. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്താ? K2Cr2O7 അല്ലേ? അത് കിട്ടി. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കാര്യമാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ഡൈക്രോമേറ്റ് അയോൺ ആണ് ഇത്, Cr2O7 2-. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? Cr2O7 2-. അപ്പോൾ നിങ്ങൾ ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. K2Cr2O7 അല്ലേ? ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി ചെയ്യും അല്ലേ? അതായത് ഇപ്പം ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ X എന്നൊരു വേരിയബിൾ ഇട്ട് കൊടുക്കും. ഇതിനകത്ത് ഇപ്പോൾ 2 ക്രോമിയം ആറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2X എന്ന് എഴുതാം. അതിൻ്റെ കൂടെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണല്ലോ. അപ്പോൾ 2 പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് 2 × 1 പ്ലസ് ഓക്സിജന്റെ കേസിൽ 7 ഓക്സിജൻസ് ആണ്. ഓക്സിജന്റെ ചാർജ് -2 ആണ് അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ = 0 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് 2x = 12 എന്നും x = +6 എന്നും എഴുതും. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് +6. ഓക്കെ, ഇനി പറയുന്ന കാര്യം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അസിഡിക് മീഡിയത്തിൽ നമ്മൾ ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പം ക്രോമിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും? +3. ഓക്കെ, അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺ ചേഞ്ച് ആ വന്നേക്കുന്നത്?
+6 ഇരുന്ന ക്രോമിയം +3 മാറിയത്. അപ്പൊ ഇലക്ട്രോൺ ചേഞ്ച് എത്രയാ? 3 ആണ് അല്ലെ. 6 എന്നുള്ളത് 3 ആയി. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ 6 ഇലക്ട്രോൺ എന്ന് കാണിച്ചേക്കുന്നത്? അത് വേറെ ഒന്നുമല്ല, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ 2 ക്രോമിയം ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 3 കുറയുമ്പോൾ 2 ക്രോമിയത്തിന്റെയും കൂടി ഓക്സിഡേഷൻ നമ്പർ 6 അല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 6 വന്നത്. ഓക്കെ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തേക്കുക? ലെഫ്റ്റ് സൈഡിൽ 2 ക്രോമിയം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും 2 ക്രോമിയം വരണമല്ലോ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ട അയോൺ എന്താ? 2Cr3+. ഇത് പഠിച്ചോണം. അസിഡിക് മീഡിയത്തിൽ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ +6 ഇരിക്കുന്ന ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ് എത്രയിലേക്ക് വരും? +3 വരുന്നത്. +6 to +3. പക്ഷെ അവിടുത്തെ ടോട്ടൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുക്കുമ്പോൾ ഒരിക്കലും 3 എന്ന് പറയാറില്ല. എത്ര തന്നെ പറയണം? 6 തന്നെ പറയണം. കാരണം ഡൈക്രോമേറ്റ് ആണ്, 2 ക്രോമിയം ആറ്റം ഉണ്ട് അല്ലെ. ഓരോ ക്രോമിയത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ 2 വീതം കുറയുന്നുണ്ട്. അപ്പൊ 2 പേർക്കും കൂടി 6 ആണ് കുറയുന്നത്. ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. എന്താണ്? 2Cr3+ എന്നാണ് അവിടെ വരിക. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത്? നമ്മൾ നേരത്തെ കണ്ട ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ അയോണിന്റെ പേര് എഴുതിയാൽ മതി. ഏതാണ്? ഡൈക്രോമേറ്റ്. ഈ ഡൈക്രോമേറ്റ് അയോൺ ആരുമായിട്ട് റിയാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്? 2 റിയാക്ഷൻസ് നമ്മൾ എഴുതണം കേട്ടോ, ബാലൻസ് ചെയ്ത് എഴുതണം. അപ്പോൾ I- റിയാക്ട് ചെയ്തു. അസിഡിഫൈഡ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടിട്ട് ഒരു H+ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്രോമിയം +6 നിന്ന് +3 വരുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് സൈഡിൽ നമുക്ക് 2Cr3+ എന്ന് എഴുതാം. ഇനി അയഡൈഡ് അയോൺ അല്ലെ, I- അയോൺ. അയഡൈഡ് അയോണിന് ഓക്സിഡേഷൻ നടന്നാൽ എന്താ കിട്ടുക? I2 കിട്ടും. ഓക്കെ, അയഡൈഡ് അയോണിന് ഓക്സിഡേഷൻ നടന്നാൽ അത് I2 ആയിട്ട് മാറും കേട്ടോ. I2 ഇത്രയും നമുക്ക് എഴുതാം. ഇനി ഇതിന്റെ ബാലൻസിങ് നമുക്കൊന്ന് കാണാം കേട്ടോ. ബാലൻസ് ചെയ്ത് തന്നെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിലെ നമ്പർ ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബാലൻസ് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല, ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ലെഫ്റ്റ് സൈഡിൽ ക്രോമിയം 6 ആണ്, റൈറ്റ് സൈഡിൽ ക്രോമിയം 3 ആണ്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എത്രയാ ചേഞ്ച്? 3 ആണെന്ന് പറയരുത്. 2 ക്രോമിയം ഉള്ളത് കൊണ്ട് ടോട്ടൽ ചേഞ്ച് തന്നെ നമ്മൾ അവിടെ എഴുതണം. 6 ആണ് ചേഞ്ച്. ഓക്കെ ആണല്ലോ. എന്നാൽ I- ചേഞ്ചോ? -1 0 ആകുവാണ്. I- എന്ന് പറയുമ്പോൾ -1, I2 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, അപ്പോൾ അവിടെ ചേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ 6ഉം 1ഉം ആണ് നമ്പർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രോമിയത്തിന്റെ കേസിൽ വന്ന ചേഞ്ച് ഉണ്ടല്ലോ 6, അത് നമ്മൾ അയഡിന്റെ ഫ്രണ്ടിൽ കോഎഫിഷ്യന്റ് ആയിട്ട് കൊടുക്കുക. ഇതാണ് ബാലൻസിങ് കേട്ടോ. അപ്പോൾ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ 6 ചേഞ്ച് വന്നു. ആ 6 എന്നുള്ള നമ്പർ നമ്മൾ അയഡൈഡിന്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ 6I- എന്ന് വരും. ഇനി റൈറ്റ് സൈഡിലും അപ്പോൾ അങ്ങനെ തന്നെ വരണമല്ലോ. ആ അയഡിൻ തന്നെ വരണം. അവിടെ I2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ 6 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, 3 കൊടുത്താൽ മതി. ഓക്കെ, 3I2 എന്ന് പറഞ്ഞാൽ ആ അയഡിൻ അല്ലേ. അപ്പോൾ 3I2 ഇട്ട് കൊടുക്കുക. ഇനി ക്രോമിയത്തിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അയഡിന്റെ ഓക്സിഡേഷൻ നമ്പറിലെ ചേഞ്ച് 1 ആണ്. നമുക്ക് 1 ഒരു കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് I- റിയാക്ട് ചെയ്താൽ അവിടെ I2 ആണ് കിട്ടുക. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഭംഗിയാകാനുണ്ട്. കാരണം ഇവിടെ ഓക്സിജന്റെ നമ്പർ ബാലൻസ്ഡ് അല്ല. അതും കൂടി പറഞ്ഞേക്കാം. ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്. Cr2O7 എന്നല്ലേ എഴുതിയേക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ 7 വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 7 ഓക്സിജൻ ആകുമല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7 വാട്ടർ ആഡ് ചെയ്തു. ഇനി ഈ 7 വാട്ടർ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുമ്പം അവിടെ 14 ഹൈഡ്രജൻ വരികയല്ലേ. 14 ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേക്കണം? നമ്മൾ അസിഡിക് മീഡിയം ആണെന്ന് കാണിക്കാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു H+ ഇട്ട് വെച്ചിട്ടില്ലേ, അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ 14 എന്ന് എഴുതിയേക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷൻസ് എല്ലാം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിവിടെ ഈ കോഎഫിഷ്യന്റിന്റെ നമ്പറും കൂടെ എഴുതേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഒന്ന് കേട്ട് പഠിച്ച് വെക്കുക. നമുക്ക് സെക്കൻഡ് റിയാക്ഷൻ കൂടെ പറയാം. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. അവിടെ ഇതേ ഡൈക്രോമേറ്റ് അയോൺ തന്നെ അസിഡിക് മീഡിയത്തിൽ
ഫെറസ് അയോണിനെയും ഓക്സിഡൈസ് ചെയ്യും. ഫെറസിനെ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് ആക്കും. നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇത് എഴുതിയത് മനസ്സിലായല്ലോ. ക്രോമിയത്തിന്റെ കേസിൽ വന്ന ഡിക്രീസ് എത്രയാണെന്ന് നോക്കി, അയഡൈഡിന്റെ കേസിൽ വന്ന ഇൻക്രീസ് എത്രയാണെന്ന് നോക്കി, എന്നിട്ട് ആ നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യന്റ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബാലൻസിങ് ഓക്കെ ആയി. പിന്നെ ഓക്സിജന്റെ നമ്പർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിൽ നമ്മൾ വാട്ടർ ഇട്ടത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇട്ട വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും H+ ലെഫ്റ്റിൽ ഇടുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണവും ഈക്വൽ ആകും അല്ലേ. അപ്പോൾ ഓക്സിജൻ ലെഫ്റ്റ് സൈഡിലും 7 ആണ്, റൈറ്റ് സൈഡിലും 7 ആണ്. ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ 14, റൈറ്റ് സൈഡിലും 14. അങ്ങനെ എല്ലാവരും ബാലൻസ് ആക്കി കഴിഞ്ഞാലാണ് നമ്മുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മളോട് റിയാക്ഷൻ എഴുതാൻ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഡൈക്രോമേറ്റ്, റൈറ്റ് സൈഡിൽ Cr3+, ലെഫ്റ്റ് സൈഡിൽ I-, റൈറ്റ് സൈഡിൽ I2. ഇത്രയും നമ്മൾ പഠിച്ചു വയ്ക്കുന്നു. ബാക്കി നമ്മൾ ഈ രീതിയിൽ നമ്പർ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഫെറസ് അയോണുമായിട്ട് എങ്ങനെയാണ് ഡൈക്രോമേറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഡൈക്രോമേറ്റ് അയോൺ എഴുതുക, നമ്മുടെ ഫെറസ് അയോൺ എഴുതുക, അസിഡിക് മീഡിയം ആയതുകൊണ്ട് H+ എഴുതുക. റൈറ്റ് സൈഡിൽ നമുക്കറിയാം ക്രോമിയം 3+ അയോൺ ആണ് റെഡ്യൂസ് ചെയ്തത്, 3+ അയോൺ ആയി മാറുകയാണ്. ഇനി Fe2+ ഓക്സിഡൈസ് ചെയ്തല്ലോ. അപ്പോൾ Fe2+ എന്തായി മാറി, Fe3+ ആയി മാറി. ഓക്കെ, ഇത്രയും നമുക്ക് എഴുതാൻ അറിയാം അല്ലേ. ഇനി ബാക്കി എങ്ങനെയാ, ബാക്കി ഇത്രയേ ഉള്ളൂ. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 6 ആണ് ചേഞ്ച് വന്നത്. അയണിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ എത്രയാണ് ചേഞ്ച് വന്നത്, 1 ആണ് ചേഞ്ച് വന്നത് അല്ലേ. അപ്പോൾ അയണിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ 1 ആണ്. 2+, 3+ ആയി എന്ന് പറയുമ്പോൾ 1 അല്ലേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്പർ ഇടാനുണ്ടോ, ഇല്ല. അപ്പോൾ ക്രോമിയത്തിന്റെ ഫ്രണ്ടിൽ 1 ആണ് വരിക. അതേസമയം ഫെറസ് അയോണിന്റെയും ഫെറിക് അയോണിന്റെയും ഫ്രണ്ടിൽ നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം, 6 എന്നിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ, കണ്ടോ 6. ഇനി അടുത്ത കാര്യം എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, 7 വാട്ടർ റൈറ്റ് സൈഡിൽ ഇടുക, 14 H+ ലെഫ്റ്റ് സൈഡിൽ ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ബാലൻസിങ് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അത് Fe2+, Fe3+ എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുക. എന്നാലും നമ്മളൊരു റിയാക്ഷൻ എഴുതുമ്പം അവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ക്രോമിയം ആണെങ്കിൽ റൈറ്റ് സൈഡിലും 2 ക്രോമിയം. ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ടോ അത്രയും ഓക്സിജൻ റൈറ്റ് സൈഡിൽ വേണം. ലെഫ്റ്റ് സൈഡിൽ Fe2+ 6 ആണെങ്കിൽ റൈറ്റ് സൈഡിലും 6 വേണം. അങ്ങനെ എല്ലാവരും ബാലൻസ്ഡ് ആയിട്ട് മാത്രമേ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസും, പിന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡും അതിന്റെ റിയാക്ഷൻസുമാണ്. ഈ ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അനദർ കോമ്പൗണ്ട് ഡി ബ്ലോക്കിന്റെ പഠിക്കാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് പൊട്ടാസ്യം പെർ മാംഗനേറ്റ്, KMnO4. ദെൻ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു എഫ് ബ്ലോക്ക് എലമെന്റ്സും ഈ KMnO4 കൂടി ചേർത്ത് നമുക്ക് പാർട്ട് 2 വീണ്ടും കാണാം. താങ്ക് യു.